ഹായ്, നിതിൻ ഷെയർ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് CMA ഇന്ററിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും CMA ഫൈനലിന്റെ നമ്മുടെ തേർഡ് ഗ്രൂപ്പിന്റെ ലോയുടെ എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ CMA ഇന്ററിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ള ഒരു വൈറൽ ന്യൂസ് ഉണ്ട്. അപ്പൊ അത് കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറെ ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായി. CMA ഇന്ററിന്റെ ആണിപ്പോ വന്നേക്കുന്നത്. ഫൈനലിന്റെ കേസസ് ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായിരുന്നാലും CMA ഇന്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സ്റ്റുഡൻസിനെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീബാർ ചെയ്തതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീബാർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് 5 ടേമിലത്തേക്ക് അല്ലെങ്കിൽ 2.5 ഇയേഴ്സിലേക്ക് ഡീബാർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാൽ പ്രാക്ടീസസ് കാണിക്കുകയും ഹോം ബേസ്ഡ് എക്സാമിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയ സ്റ്റുഡൻസിനെ ഡീബാർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് റിവ്യൂല് നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഹോം ബേസ്ഡ് സ്റ്റുഡൻസ് ആക്ച്വലി ഇപ്പം അറൌണ്ട് 1 ഇയേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസ് എല്ലാം പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വർഷം കൊണ്ട് പ്രിപ്പയർ ആയി സ്റ്റുഡൻസ് എല്ലാം എക്സാം എഴുതാൻ പോയ സാഹചര്യത്തിൽ സെന്റർ ബേസിലെല്ലാം കാര്യമായിട്ട് നടന്നു, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് ഒരു സെന്ററിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും കേട്ടിട്ടുണ്ട്. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് എക്സാംസ് എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഒന്നുകൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. ഓക്കെ, അത് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. ദെൻ അടുത്തിനി പറയാനുള്ളത് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മാൽ പ്രാക്ടീസസ് നടത്തിയ സ്റ്റുഡൻസിന്റെ കേസാണ്. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായി. ഹോം ബേസ്ഡ് ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷനിൽ എന്തായിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തൊരു വലിയ ഇനിഷ്യേഷൻ ഓൺലൈൻ എക്സാം നല്ലതായിരുന്നു. പക്ഷേ ഹോം ബേസ്ഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രോക്ടർ ഉണ്ട്, ഒരു പ്രോക്ടർക്ക് 20 സ്റ്റുഡൻസ് നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് എല്ലാവർക്കും സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്ന മെസ്സേജിനകത്ത് പ്രോക്ടർ നമ്പറും പാസ്കിയും കൂടെ ചേർത്തിട്ടാണ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോക്ടർ ഒരു 20 സ്റ്റുഡൻസിനെ നോക്കുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മുന്നേ ബൽവീന്ദർ സിംഗ് സാറിന്റെ മീറ്റിംഗിനെല്ലാം അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിയല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ സംഭവിച്ചിരുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ക്വസ്റ്റ്യൻസ് ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ എക്സാം ആണ്. അപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് മറ്റുള്ളവർ ഷെയർ ചെയ്തത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാം ടൈമിൽ അവർക്ക് ഒരു ഫോൺ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ ഇവിടെ മെയിൻ ആയിട്ട് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജെന്യൂൻ ആയിട്ട് ഹോം ബേസിൽ ഇരുന്നിട്ട് വളരെ ക്ലിയർ ആയിട്ട് എക്സാം എഴുതുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ആ കുറെ സ്റ്റുഡൻസിനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം അവർക്കാണ് ശരിക്കും ട്രബിളിലാവുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഹോം ബേസ്ഡ് സ്റ്റുഡൻസിൽ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മറുപടി പറയേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീസൺസ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിപ്പോ എന്താണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോ എന്താണ് പറയുന്നത് നോക്കാം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എക്സാമിനുള്ള നാളെയുള്ള എക്സാമിനുള്ള ഹോം ബേസ്ഡ് സ്റ്റുഡൻസിനുള്ള പാസ് കീയും പ്രോക്ടറിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. നെറ്റ്വർക്കിന്റെ ലാഗ് കൊണ്ടാവാം. ഇപ്പൊ തന്നെ കിട്ടും. ഓൾറെഡി റിലീസ്ഡ് ആണ്, 5 മണി മുതൽ കിട്ടി തുടങ്ങി. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും അത് കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഫോൺ ചെക്ക് ചെയ്യുക, മെയിലിലെ സ്പാം ബോക്സ്, ഇൻബോക്സ് എല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ, കിട്ടുന്നുണ്ട്. അപ്പം അതായത് ഓരോ ദിവസവും പാസ് കീ സെപ്പറേറ്റ് ആണ്. നിങ്ങൾക്ക് മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഓരോ പേപ്പറിനും കൂടെ ചേർത്തിട്ട് ഓരോ പാസ് കീ ഒരുമിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഡേ ബൈ ഡേ എന്ത് ചെയ്യും, ഓരോ പാസ് കീ ഷെയർ ചെയ്യും ഹോം ബേസ്ഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഡെയിലി ഓരോ പ്രോക്ടേഴ്സ് ആയിരിക്കും. ഒരു ദിവസം തരുന്ന പ്രോക്ടറുടെ നമ്പർ ആകണമെന്നില്ല രണ്ടാമത്തെ ദിവസം. അപ്പൊ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ വളരെ കുറച്ച് വിഷമമുള്ള ഒരു റിവ്യൂ ആണ് ശരിക്കും ആദ്യത്തെ ദിവസത്തെ റിവ്യൂ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്ത വലിയൊരു ഇനിഷ്യേഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത്. ഓൺലൈൻ എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലോട്ട് CMA കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു എക്സാം ആയിരുന്നു. പക്ഷേ അതിൽ ഹോം ബേസ്ഡ് ഓപ്ഷനിൽ ചെറുതായിട്ട് ചീറ്റിപ്പോയി. പിന്നെ സെന്റർ ബേസ്ഡിനും നമുക്കറിയാലോ, കുറച്ച് സ്റ്റുഡൻസിന് ഇപ്പോൾ സെന്റേഴ്സ് ഒക്കെ കിട്ടാത്തത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് എക്സാംസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്ത് റീഷെഡ്യൂൾ ചെയ്ത് നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ, നെഗറ്റീവ് ആകണ്ട. പോട്ടെ, ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. കുറച്ച് സ്റ്റുഡൻസ് ഇങ്ങനെ മാൽ പ്രാക്ടീസസ് കാണിച്ചു, അതിൽ കുറെ പേര് ഡീബാർ ചെയ്തെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കൊണ്ടുവരണം. പിന്നെ പറയുന്നത് കുറെ സ്റ്റുഡൻസിന് ഇന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവർക്കൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് റീഷെഡ്യൂൾ ചെയ്ത് പുതിയൊരു എക്സാം നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാസ് കീന്റെ കേസാണ്. പാസ് കീ പ്രൊവൈഡഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് കോൺടാക്ട് നമ്പർ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം, ഉറപ്പുവരുത്തുക കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു.